മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാരിന്റെ നീക്കം. ടി.കെ. രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. ഇവർ അടക്കമുള്ള പ്രതികളെക്കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു. ഹൈക്കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിച്ചാണ് സർക്കാർ നീക്കമെന്നും നിയമപരമായി നേരിടുമെന്നും ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ MLA പറഞ്ഞു. ടി.പി. കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള തീരുമാനത്തിന് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജയിൽ സൂപ്രണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് പുറത്തിറക്കി. ആ ലിസ്റ്റിൽ ടി.പി. കേസിലെ 3 പ്രതികൾ അണ്ണൻ ഷിജിത്ത്, ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള 3 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്നും ഇരട്ട ജീവപര്യന്തമാക്കിയിട്ടുണ്ട്. 20 വർഷത്തേക്ക് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിൻ്റെ സ്വന്തം തീരുമാനത്തിന് ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടെയല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ജയിൽ നിയമം ലംഘിച്ച പ്രതികൾക്ക് ഇളവ് നിർദ്ദേശിക്കാൻ ജയിൽ DGPക്ക് കഴിയില്ലെന്നും നിയമത്തിന് മുകളിലൂടെ പറക്കാനുള്ള സർക്കാർ ശ്രമം ശക്തമായി ചെറുക്കുമെന്നും മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റെമിഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നത്. ഇവിടെ DGP റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത്. DGPക്ക് അത് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ജയിൽ DGPക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ജയിലിൽ നടത്തിയിട്ടുള്ളത്. ജയിലെന്ന് പറയുന്നത് പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല, കറക്ഷണൽ മെത്തേഡാണ്. കാരണം ഒരു കൊലപാതകത്തിനകത്ത് കുറ്റകൃത്യത്തിൽ വിധേയനായ വ്യക്തി കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ കോടതിയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആൻറ്റിസിഡൻസും പെരുമാറ്റവും കറക്റ്റാണോ എന്നുകൂടി പരിശോധിക്കണ്ടേ? ടി.പി. കേസിലെ പ്രതികൾ ജയിൽ നിയമത്തിന് വിധേയമായിട്ടാണോ നടന്നത്? ജയിലിനകത്ത് തന്നെ അവർ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് എത്രയോ കേസുകൾ നിൽപ്പുണ്ട്. അവർക്ക് അനധികൃതമായ പരോൾ കൊടുത്തിട്ടില്ലേ? പരോൾ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ പരോൾ കൊടുത്തിട്ടുള്ളത്. അവർ ജയിലിൽ കിടന്നതിൻ്റെ പകുതി ഭാഗത്തോളം പരോളാണ് അനുഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് അത് ചെയ്യുന്നത്? എന്തടിസ്ഥാനത്തിലാണ് DGP അത് റെക്കമെൻഡ് ചെയ്യുന്നത്? നടപടിയെ കേരളം ഒന്നടങ്കം എതിർക്കുന്നുവെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ടി.പി. ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷിയെ മുഴുവൻ മരയിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ നെറ്റിൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിനെ ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു. ആ ശിക്ഷയിൽ പരോളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനുവേണ്ടിയാണോ എനിക്കറിയില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണും MS അനീഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഈ പ്രതികൾ, ഈ വിചാരണ കോടതി ശിക്ഷിച്ച പ്രതികൾ, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ, അവരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രതികളെയാണ് ഇപ്പോൾ വിട്ടയക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നത്. MS അനീഷ് കുമാറിലേക്ക് പോകുന്നു. അനീഷ്, ഇതിനെതിരെ അതിശക്തമായ വിമർശനമാണ് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ അടക്കം ഉന്നയിക്കുന്നത്. എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം? അങ്ങേയറ്റം ഞെട്ടിക്കുന്ന തീരുമാനം എന്ന് തന്നെയാണ് കെ രമ പറയുന്നത്. കാരണം പ്രതികളോടൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് വീണ്ടും
ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം 10 വർഷത്തിലധികമായി പ്രതികൾ ജയിലിൽ കടത്തുന്നുവെങ്കിൽ പോലും അതിൻ്റെ ഏറിയ പങ്ക് സമയം പല ഘട്ടങ്ങളിലായി പരോൾ അനുവദിച്ച് പ്രതികൾക്ക് സ്വച്ഛന്തമായി പുറത്ത് കടക്കാനുള്ള അവസരമാണ് പോലീസ് ഒരുക്കിയത്. ഇപ്പോൾ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം ഇതിൽ പല പ്രതികൾക്കും ജാമ്യം നൽകി പരോൾ നൽകി പുറത്തേക്ക് വിടുന്നതിനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ജയിലിനുള്ളിലാണെങ്കിൽ പോലും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ജയിലിനുള്ളിൽ പരസ്പരം വഴക്കടിക്കുന്ന അടക്കമുള്ള പലതരത്തിലുള്ള കുറ്റങ്ങളാണ് പല ഘട്ടത്തിലും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുമുള്ളത്. ഇത്തരം പ്രതികളെ എങ്ങനെ വിട്ടയക്കുന്നതിനുള്ളൊരു തീരുമാനം സർക്കാരിന് എടുക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് കെ രമ ചോദിക്കുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയെ ഈ ശിക്ഷയിൽ ഇളവ് തേടി സമീപിച്ചപ്പോൾ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിക്കുന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരം പ്രതികൾ യാതൊരു തരത്തിലുമുള്ള ദയാദാക്ഷിണ്യങ്ങൾ അർഹിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ചുരുങ്ങിയത് 20 വർഷമെങ്കിലും ജയിലിൽ കഴിയാതെ ഇവരുടെ ശിക്ഷാ ഇളവ് എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തുവെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതികൾക്കാണ് ഇപ്പോൾ വളരെ തിടുക്കപ്പെട്ട് ജാമ്യം ഈ പുറത്തേക്ക് വിടുന്നതിനുള്ള അല്ലെങ്കിൽ ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിലാണ് ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളുടെയും പേരുള്ളത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ഈ പ്രതികളുടെ പഴയ പശ്ചാത്തലം, ഇപ്പോൾ ഇരകൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇരകളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർക്കുണ്ടായ സാഹചര്യം, ഈ പ്രതികളുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ, ഇത്തരം സമഗ്രമായി അന്വേഷിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അന്വേഷിച്ച് വളരെ വേഗം റിപ്പോർട്ട് നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും UDF നിലവിൽ തന്നെ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ തീരുമാനത്തിനെതിരെ രാഷ്ട്രീയമായും ഒപ്പം നിയമപരമായും നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉടൻ തന്നെ ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കാനുള്ള ഒരുക്കത്തിലുമാണ് കെ രമ അടക്കമുള്ളവർ. വി അരുൺ കൂടി. അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിചാരണ കോടതി ശിക്ഷിക്കുന്നു ജീവപര്യന്തമായി. അത് ഹൈക്കോടതി ശരിവെച്ചിട്ട് ഏതാനും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല, ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ എന്ന് തന്നെയാണ് എന്ന് സുപ്രീം കോടതി പല വിധികളിലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിട്ടയക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്? എന്താണ് അതിന് പിന്നിൽ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ CP കേസ് പ്രതികളുടെ ശിക്ഷാ വിധി നേരത്തെ ശരിവച്ചും ചിലർക്ക് കൂടുതൽ ശിക്ഷ നൽകിയുമുള്ള 2 മാസങ്ങൾക്ക് മുമ്പുള്ള ഹൈക്കോടതി വിധിയുണ്ട്. ആ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ പ്രതികൾക്ക് 20 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള ശിക്ഷാ ഇളവ് നൽകരുതെന്നാണ്. അതായത് ഈ സമീപകാല വിധിയാണത്. അത്തരത്തിലൊരു വിധി നിൽക്കുമ്പോഴാണ് ഈ ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിൽ ഈ 3 പ്രതികൾ ഉൾപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ ഈ ഒരു പട്ടികയിൽ അവർ ഉൾപ്പെട്ടത്? സ്വാഭാവികമായും നമുക്കറിയാം, TP കേസിന്റെ രാഷ്ട്രീയ മാനങ്ങൾ, ആ പ്രതികൾക്ക് CPM ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോഴും CPM ഏർപ്പെടുത്തിയ സംരക്ഷണം, കേസിലെ പ്രധാനികൾക്ക് CPMുമായുള്ള ബന്ധമൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാകാം സ്വാഭാവികമായും ഇവർ ഈ പട്ടികയിൽ പോലും, അതായത് ഹൈക്കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് അവരെ പുറത്തുവിടാൻ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇതുവരെ അവരെ പുറത്തുവിടാൻ തീരുമാനമെടുത്തില്ല എങ്കിൽ പോലും കൃത്യമായി ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് അവരെ പുറത്ത് വിടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ കാണണം. അത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ്. രാഷ്ട്രീയമായ മറ്റ് വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് നിയമപരമായും നിലനിൽക്കുന്ന തീരുമാനത്തിലേക്കല്ല ആഭ്യന്തര വകുപ്പ് നീങ്ങുന്നത്. അതുതന്നെയാണ് ഇത്രയധികം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. TP കേസ് പ്രതികളുമായും CP വധവുമായും ഒരു തരത്തിലും ബന്ധമില്ലെന്നാണ് ആദ്യഘട്ടം മുതൽ CPM അവകാശപ്പെട്ടത്. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായ ബന്ധമുണ്ടെന്ന് പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി തെളിഞ്ഞതാണ്. ആ പ്രതികൾക്ക് വേണ്ടി CPM നടത്തിയ നീക്കങ്ങൾ, അവർക്ക് അവരുടെ പരോളിനടക്കം യഥേഷ്ടം പരോൾ ലഭിച്ചിരുന്ന സമയമുണ്ടായിരുന്നു അവർക്ക്. അതായത് ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ സമയം പുറത്തുനിന്ന പ്രതികളുണ്ട് ഈ TP കേസ് പ്രതികളിലെ CPM ബന്ധമുള്ളവരിൽ. അവർക്ക് വീണ്ടും ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്ന് വ്യക്തമാണ്. എങ്ങനെ ഇതിനെ ആഭ്യന്തര വകുപ്പ് ന്യായീകരിക്കുമെന്ന് കൂടി അതാണല്ലോ. അതായത് അരുൺ ഈ സൂചിപ്പിക്കുന്നത് പോലെ TP ചന്ദ്രശേഖരന്റെ വധത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് CPIM ആവർത്തിക്കുമ്പോൾ അതിന് പങ്കുണ്ട് എന്നതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നതാണ്. ഇപ്പോഴും CPIMന്റെ ബോംബ് രാഷ്ട്രീയം ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ബോംബ് നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചവർക്ക് സ്മാരകം പണിതത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണിത്. 2012 TP ചന്ദ്രശേഖരനെ വധിച്ചതും ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം ആയിരുന്നു. അങ്ങനെ വലിയ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിക്ക് വേണ്ടി തന്നെ നടത്തിയ കൊല എന്ന് വിലയിരുത്തപ്പെട്ട കേസിലെ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. എത്രത്തോളം
പ്രതിരോധത്തിലാണ് CPM എന്ന് നമുക്കിപ്പോൾ അറിയാം. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ ഉയർന്ന ചർച്ചകളുടെ സാഹചര്യത്തിൽ എന്നിട്ടും TP കേസ് പോലെ കേരളീയ സമൂഹം ഏറ്റവും ഞെട്ടലോടെ കണ്ട ഒരു കേസിൽ അതിൽ CPMന്റെ പങ്ക് പലപ്പോഴും ഉന്നത നേതൃത്വത്തിന്റെ പങ്ക് മാത്രമാണ് തെളിയാതെ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൽ മാത്രമാണ് CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് കൃത്യമായ CPM നേതാക്കളുടെ പങ്കിതിൽ തെളിഞ്ഞതാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും UDF സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നേതാക്കളുടെ പ്രതികരണമൊക്കെ പറയുമ്പോഴും ഇത്രയധികം തിരിച്ചടി ഉണ്ടായിട്ടും ഈ ഒരു ധൈര്യം ആഭ്യന്തര വകുപ്പ് കാണിക്കുന്നതാണ് സ്വാഭാവികമായും വിമർശനത്തിന് കാരണം. ആഭ്യന്തര വകുപ്പിനെതിരെയാണ് കഴിഞ്ഞ സംസ്ഥാന സമിതിയിലടക്കം ഏറ്റവും അധികം വിമർശനം ഉയർന്നത്. പോലീസ് ഭരണം മുഖ്യമന്ത്രിയല്ല, പോലീസ് ഭരണം പലപ്പോഴും മറ്റു പലരുമാണ് നടത്തുന്നത് എന്ന തരത്തിൽ വിമർശനങ്ങൾ കൂടി ഉയർന്നു വന്നിരുന്നു. ഇത് ആരുടെ താല്പര്യമാണ് ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകാൻ? സമൂഹം വളരെ ഞെട്ടലോടെ കണ്ട ഏറ്റവും അധികം ദുഃഖിച്ച സമീപകാലത്ത് കേരളം ദുഃഖിച്ച കൊലപാതകങ്ങളിലൊന്നായിരുന്നു TP ചന്ദ്രശേഖരന്റേത്. അതിന്റെ പാവഭാരം ഇപ്പോഴും CPMന്റെ പുറത്താണ്. അങ്ങനെയുള്ള സമയത്താണ് ആ കേസിലെ കൊടും ക്രിമിനലുകളായ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം കൂടി നടക്കുന്നത്. ഇത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായും പ്രസക്തമാകുന്നത്. സർക്കാർ അതിന് തയ്യാറാകുമോ എന്നും കണ്ടറിയണം. ഏതായാലും ഇപ്പോഴും TP കേസ് പ്രതികളെ സംരക്ഷിക്കാൻ വല്ലാത്തൊരു വ്യഗ്രത CPM നേതൃത്വവും സർക്കാരും കാട്ടുന്നു എന്നുള്ളത് വസ്തുതയാണ്. റൈറ്റ്, തീർച്ചയായും ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിവോടെയല്ലാതെ ഇത്തരത്തിലൊക്കെ എങ്ങനെ സാധിക്കും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനെന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. ഈ വാർത്തയിലേക്കും വിശദാംശങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തിരികെ എത്താം.